ഹായ് നമസ്കാരം. രാജ്യത്തെ പ്രധാനമന്ത്രി ജനങ്ങളോട് ഇങ്ങനെ നേരിട്ട് പറയുമോ, അടുത്ത ഒരു വർഷം നിങ്ങൾ സ്വർണം വാങ്ങരുത്? ഇത് ശരിക്കും നരേന്ദ്രമോദി പറഞ്ഞതാണോ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ മറ്റൊരു ഫേക്ക് ന്യൂസ് ആണോ? പക്ഷെ ഒരു നിമിഷം, ഇത് സത്യമെങ്കിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ചെയ്യുന്ന ആരെയായിരിക്കും? ജ്വല്ലറി ഉടമകളെയാണോ, അത് വിവാഹം പ്ലാൻ ചെയ്യുന്ന കുടുംബങ്ങളെയാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ പോക്കറ്റിനെയോ? കാരണം ഇതൊരു വെറും സ്വർണത്തിന്റെ കഥയല്ല, ഇന്ത്യൻ എക്കോണമി സർവൈവ് ചെയ്യാനുള്ള സ്റ്റോറിയാണ്. ഈ വീഡിയോ അവസാനം വരെ കണ്ടാൽ ഇനി സ്വർണം വാങ്ങണമോ വെയിറ്റ് ചെയ്യണമോ എന്നതിൽ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടും. ഒരു കാര്യം പറയട്ടെ, കേരളത്തിൽ സ്വർണം വെറും ആഭരണം മാത്രമല്ല, അതൊരു അമ്മയുടെ സ്വപ്നമാണ്. എന്റെ മകളുടെ കല്യാണത്തിന് കുറച്ചെങ്കിലും പൊന്നിടണം എന്ന വർഷങ്ങളായുള്ള ആഗ്രഹം. അതേപോലെ തന്നെ ഇത് ഒരു അച്ഛന്റെ വീർപ്പും കൂടെയാണ്. പല വീടുകളിലും ബാങ്ക് ബാലൻസ് ഇല്ലെങ്കിലും പൊന്ന് ഉണ്ടെന്ന ഒരു സെക്യൂരിറ്റി എന്ന ഒരു വിശ്വാസമാണ്. അങ്ങനെയുള്ളപ്പോൾ ഒരു രാജ്യത്തെ ഒരു പ്രധാനമന്ത്രി എന്തിനിങ്ങനെ പറയണം ഗോൾഡ് വാങ്ങുന്നത് കുറയ്ക്കൂ എന്ന്? ഇവിടെയാണ് കഥയുടെ വലിയ ടിസ്റ്റ് തുടങ്ങുന്നത്. സോഷ്യൽ മീഡിയയിൽ പലരും പറയുന്നു മോദിജി സ്വർണ്ണക്കടകൾ പൂട്ടാൻ നോക്കുകയാണ്. ചിലർ പറയുന്നു രാജ്യത്ത് വലിയ സാമ്പത്തിക ക്രൈസിസ് വരാനിരിക്കുന്നു. മറ്റു ചിലർ പറയുന്നു ഗോൾഡ് പ്രൈസസ് ക്രാഷ് ആകാൻ പോവുകയാണ്. പക്ഷെ സത്യം എന്താണ്? ഒരു ബിസിനസ് ഓണർ ആയാലും ഒരു സാധാരണ കുടുംബമായാലും ഇത് മനസ്സിലാക്കാതെ ഒരു ഫൈനാൻഷ്യൽ ഡിസിഷൻ എടുക്കുന്നത് വളരെ അപകടകരമാണ്. ഒരു സിമ്പിൾ ആയ ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങളുടെ വീട്ടിൽ മാസ വരുമാനം 50,000 ഉണ്ടെന്ന് കരുതുക. പക്ഷെ എക്സ്പെൻസ് 80,000 ആണെങ്കിൽ എന്ത് സംഭവിക്കും? ആദ്യം സേവിങ്സിൽ നിന്ന് എടുക്കും, പിന്നീട് ഗോൾഡ് പ്ലഡ്ജ് ചെയ്യും, അവസാനം ലോൺ എടുക്കും. രാജ്യത്തിനും ഇതേ ലോജിക്ക് തന്നെയാണ്. ഇന്ത്യ എന്നത് സ്വർണം ഉണ്ടാക്കുന്ന രാജ്യമല്ല. നമ്മൾ ഉപയോഗിക്കുന്ന സ്വർണത്തിന്റെ 90% പുറത്തു നിന്നാണ് വരുന്നത്. അതായത് നിങ്ങൾ ജ്വല്ലറിയിൽ രൂപ കൊടുത്ത് സ്വർണം വാങ്ങിയാലും രാജ്യത്തിൽ നിന്ന് ഡോളർ പുറത്തേക്ക് പോകുന്നു. നമ്മൾ ഡോളർ കൊടുത്താണ് സ്വർണം പുറം രാജ്യങ്ങളിൽ നിന്ന് മേടിക്കുന്നത്. അതും ലോകത്ത് ഇപ്പോൾ യുദ്ധം നടക്കുമ്പോൾ. ഇപ്പോൾ ഡേഞ്ചർ ആയ ഒരു പാട്ട് പറയാം. ഓയിൽ വാങ്ങാൻ ഓൾറെഡി ഇന്ത്യ ബില്യൺസ് ഓഫ് ഡോളർ ചെലവാക്കിയാണ്. അതിന്റെ മുകളിൽ നമ്മൾ മാസീവായി ഗോൾഡ് വാങ്ങിക്കൂട്ടിയാൽ ഒരു ദിവസം ഇന്ത്യയുടെ ഡോളർ റിസർവ് പ്രഷർ ആവും. അപ്പോൾ എന്താ സംഭവിക്കുന്ന അറിയാമോ? രൂപയുടെ വാല്യൂ താഴും, പെട്രോൾ പ്രൈസ് ഉയരും, ഡീസൽ വില കൂടും, ട്രാൻസ്പോർട്ട് കോസ്റ്റ് കൂടും, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള വില ഉയരുകയും ചെയ്യും. അവസാനം നമ്മൾ വാങ്ങിക്കൂട്ടിയ സ്വർണം ലോക്കലിലിരിക്കും, ജീവിത ചെലവ് കൂടുകയും ചെയ്യും. ഒരു പെയിൻഫുൾ ട്രൂത്ത് പറയട്ടെ, നമ്മൾ ലക്ഷങ്ങൾ കൊടുത്തു വാങ്ങിയ ഗോൾഡ് ലോക്കൽ കൂട്ടിയിരിക്കും. ആ പണം എക്കോണമിയിൽ വർക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ചില എക്കോണമിസ്റ്റ് ഇതിനെ പറയുന്നത് ഡെഡ് മണി എന്നാണ്. സെയിം മണി ഒരു ബിസിനസ്സിൽ പോയാലോ, ഒരു ഷോപ്പ് തുടങ്ങും, അല്ലെങ്കിൽ ഒരു ഫാക്ടറി വരും, 10-20 പേർക്ക് ജോലി കിട്ടും. അതാണ് പ്രൊഡക്റ്റീവായ വെൽത്ത്. പക്ഷെ പ്രാക്ടിക്കൽ ആയ ഒരു കാര്യം ചോദിക്കട്ടെ, കേരളത്തിൽ സ്വർണ്ണമില്ലാതെ വിവാഹം നടക്കുമോ? ഒരിക്കലുമില്ല. രാജ്യത്ത് ഫോറസ്റ്റ് ക്രൈസിസ് ആണ്, അതുകൊണ്ട് ഇമോഷൻ മതി എന്ന് സത്യം പറഞ്ഞാൽ കേരളത്തിൽ ഇത് നടക്കാൻ ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ കൺഫ്യൂഷൻ എന്താണ്? വിവാഹത്തിന് അത്യാവശ്യത്തിന് ഗോൾഡ് വാങ്ങുന്നത് തെറ്റല്ല, പക്ഷേ ഗോൾഡ് ഒരു സേഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് കരുതി ലക്ഷങ്ങൾ ലോക്കൽ ഡെഡ് മണി ആക്കി വെക്കുന്നത് സ്മാർട്ട് മൂവ് ആണോ എന്ന് ഒരിക്കൽ കൂടി ചിന്തിക്കണം. സ്മാർട്ട് ആയ ആളുകൾ ഒരിക്കലും ഇമോഷൻ നോക്കി ഡിസിഷൻ എടുക്കാറില്ല, എക്കോണമി മനസ്സിലാക്കി ഡിസിഷൻ എടുക്കും. ഇനി നിങ്ങളുടെ അഭിപ്രായം പറയൂ. ഇപ്പോൾ ഗോൾഡ് വാങ്ങണമോ അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യണമോ? ഈ വീഡിയോ ഗോൾഡ് വാങ്ങാൻ പ്ലാൻ ചെയ്യുന്ന ഒരാളേക്ക് നിങ്ങൾ ഷെയർ ചെയ്യൂ. കാരണം സാമ്പത്തിക തീരുമാനങ്ങൾ വികാരം കൊണ്ടല്ല എടുക്കേണ്ടത്, അറിവ് കൊണ്ടാണ് എടുക്കേണ്ടത്. അത് കുടുംബത്തിലായാലും ബിസിനസ്സിലായാലും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.